ഇന്ന് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ സ്മൃതി ദിനമാണ്. ആരാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, എന്താണ് ഈ സ്മൃതി ദിനത്തിന്റെ പ്രാധാന്യം എന്നൊക്കെ ഞാൻ പിന്നാലെ പറയാം. നിങ്ങൾക്ക് വളരെയേറെ അറിയാവുന്ന ഒരു കാര്യമാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണമായ ഒരു ദിവസം 1914 ഡിസംബർ മാസം 19-ാം തീയതി കൊല്ലം കല്ലുമാല സമരം നടന്ന ദിവസമാണ്. എന്താണ് കൊല്ലത്ത് നടന്ന കല്ലുമാല സമരം എന്നുള്ളതും കേരള സമൂഹത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കല്ലുകൊണ്ടുള്ള മാലകൾ മാത്രമേ ധരിക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. സ്വർണമോ വെള്ളിയോ മറ്റു ലോഹങ്ങളോ ഉപയോഗിക്കാൻ അധികാരമില്ലാതിരുന്ന അടിച്ചമർത്തപ്പെട്ട ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അയ്യങ്കാളി ധീരമായ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. കല്ലുമാലകൾ പൊട്ടിച്ചെറിയാൻ പോകുന്നു, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പോകുന്നു പരസ്യമായി കൊല്ലത്ത് പീരങ്കി മൈതാനത്ത് വെച്ച് എന്ന് അയ്യങ്കാളി സമരപ്രഖ്യാപനം നടത്തി. അങ്ങനെ അയ്യങ്കാളിയുടെ ഈ സമരപ്രഖ്യാപനം ഉണ്ടായപ്പോൾ ആ കല്ലുമാല സമരത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ചില ആൾക്കാർ സവർണ സമുദായത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നും അവിടെ ഒരു സംഘർഷം ഉടലെടുത്തേക്കുമെന്നും അറിഞ്ഞു. അപ്പോൾ NSSന്റെ പരമാചാര്യനായ മന്നത്ത് പത്മനാഭനെ ഈ വിവരം ധരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ധരിപ്പിക്കാൻ കാരണം ജാതി ചിന്തയ്ക്ക് അതീതമായി ഹിന്ദുവിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ യജ്ഞത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. NSSന്റെ സ്ഥാപകനാണ്. എങ്കിൽ പോലും ജാതിക്കതീതമായി ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ വേണ്ടി മന്നത്ത് പത്മനാഭ പിള്ള എന്നുള്ള തന്റെ ജാതി പേരിന്റെ പിള്ള മുറിച്ച് കളഞ്ഞ് മന്നത്ത് പത്മനാഭനായ ആളാണ്. അതുപോലെ തന്നെ ധാരാളം പേര് ജാതിപ്പേര് മുറിച്ചിട്ടുണ്ട്. കേളപ്പൻ അദ്ദേഹത്തിന്റെ ജാതിപ്പേര് മുറിച്ചു. MP മന്മഥൻ അദ്ദേഹത്തിന്റെ ജാതിപ്പേര് മുറിച്ചു. ആയിരക്കണക്കിന് ആൾക്കാർ അന്ന് ആവേശത്തോടു കൂടി ജാതിയുടെ പേരുപയോഗിക്കുന്നത് നിർത്തി ഹിന്ദുവായി ഒന്നിച്ചു നിൽക്കാൻ തീരുമാനമെടുത്ത് ഹിന്ദു മഹാമണ്ഡലമൊക്കെ 1950 നമുക്കറിയാം. അതിൻ്റെയൊക്കെ ആ ഒരു പശ്ചാത്തലം ഉരുത്തിരിഞ്ഞു വരുന്ന കാലഘട്ടം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ പിന്തുണ കൊടുത്തിരുന്ന മന്നത്ത് പത്മനാഭനെ വിവരം അറിയിച്ചു. മന്നത്ത് പത്മനാഭൻ ചെയ്തത് ശ്രീ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയെ കൊല്ലത്ത് കല്ലുമാല സമരത്തിന്റെ അധ്യക്ഷനായി നിശ്ചയിച്ചുകൊണ്ട് അങ്ങോട്ട് അയക്കുകയാണ്. ഈ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള 4 തവണ MLA ആയിട്ടുള്ള ആളാണ്. അന്ന് MLA എന്നല്ല പറയുക, ശ്രീമൂലം പ്രജാസഭാ മെമ്പർ എന്നാണ് പറയുക. കാരണം ജനാധിപത്യമാണ്, ഭരണമാണ്, ഇതൊന്നും ധരിക്കരുത്, രാജഭരണമാണ്. ആ കാലത്ത് അങ്ങനെയാണ്. അദ്ദേഹം ഹൈക്കോടതി ജഡ്ജി ആയിരുന്നയാളാണ്. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള ഹൈക്കോടതി ജഡ്ജി ആയിരുന്നയാളാണ്. മറ്റ് പല കാര്യങ്ങളിലും അദ്ദേഹം സാമൂഹ്യ നേതൃത്വം ഏറ്റെടുത്തിരുന്നയാളാണ്. കോൺഗ്രസ് പാർട്ടി തിരുവിതാംകൂറിൽ ആദ്യമായിട്ടുണ്ടാകുമ്പോൾ അതിന്റെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നയാളാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ്, ഹൈക്കോടതി ജഡ്ജി, കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഇങ്ങനെ വളരെയേറെ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നതോടൊപ്പം കേരളത്തിലെ 83 സ്ഥലങ്ങളിൽ ഹരിജനോദ്ധാരണത്തിന് വേണ്ടിയുള്ള സെന്ററുകൾ ആരംഭിക്കുകയും പട്ടികജാതി പട്ടികവർഗത്തെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സജീവമായ സംഘടനാ പ്രവർത്തനം നടത്തുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ യോഗങ്ങളിലൊക്കെ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തിരുന്നതും ശ്രീ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ്. ആ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയെ ശ്രീ മന്നത്ത് പത്മനാഭൻ കൊല്ലത്ത് കല്ലുമാല സമരത്തിന്റെ അധ്യക്ഷനായിട്ട് നിശ്ചയിച്ച് അങ്ങോട്ട് അയച്ചു. ആ കല്ലുമാല സമരത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണെന്ന് കേട്ടപ്പോൾ തന്നെ എതിർക്കാൻ തീരുമാനിച്ചവരൊക്കെ സ്ഥലം വിട്ടു. കല്ലുമാല സമരം അതിഗംഭീരമായിട്ട് നടന്നു. ആയിരക്കണക്കിന് പട്ടികജാതി പട്ടികവർഗ സ്ത്രീകൾ അവിടെ തടിച്ചുകൂടി. അവരുടെ ശരീരത്തിൽ അണിഞ്ഞിരുന്നതായിട്ടുള്ള കല്ലുകൊണ്ടുള്ള മാലകളും വളകളും പാദസരങ്ങളും അങ്ങനെയുള്ള എല്ലാ ആഭരണങ്ങളും അവർ പൊട്ടിച്ച് ആ വേദിക്ക് മുമ്പിൽ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ മുമ്പിൽ മല പോലെ കൂട്ടിവെച്ചു. അവിടെ വന്ന സ്ത്രീകൾക്കെല്ലാം ബ്ലൗസ് വിതരണം ചെയ്തു. അവർക്ക് മാറ് മറയ്ക്കാൻ അധികാരം ഉണ്ടായിരുന്നില്ല. അവർക്കെല്ലാം ബ്ലൗസ് വിതരണം ചെയ്ത് മാറ് മറയ്ക്കാനുള്ള അവകാശം നിങ്ങളുടേതാണ്, സ്വർണ്ണമാലയോ വെള്ളിമാലയോ ഒക്കെ ധരിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്നുള്ള ആ പ്രഖ്യാപനത്തോടുകൂടി നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നതായ ഒരു വലിയ വിവേചനത്തെ സവർണ അവർണ നേതാക്കന്മാർ ഒരേ വേദിയിൽ, സവർണനായിട്ടുള്ള ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള അധ്യക്ഷത വഹിക്കുന്ന വേദിയിൽ വെച്ച് മഹാത്മാ അയ്യങ്കാളി പ്രഖ്യാപിച്ചു. സവർണനും അവർണനും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ അനാചാരത്തെ, അന്ധവിശ്വാസത്തെ തച്ചുടച്ചത് എന്ന് ഞാൻ പറയുമ്പോൾ
ഈ സംഭവം കഴിഞ്ഞ് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ കാലുകുത്തുന്നതും പ്രവർത്തനം ആരംഭിക്കുന്നതും. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തി പ്രവർത്തനം ആരംഭിക്കുന്നതിന് 1/4 നൂറ്റാണ്ട് മുൻപ് നടന്ന ഈ സംഭവത്തിന് നേതൃത്വം കൊടുത്ത, രക്ഷാധികാരിയായി അധ്യക്ഷ സ്ഥാനം വഹിച്ച, അതിനെ എതിർക്കാൻ വേണ്ടി വന്നവരെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ആ സമരത്തെ സമ്പൂർണമായി വിജയിപ്പിച്ച ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ സ്മൃതി ദിനമാണ് ഇന്ന് ജൂൺ മാസം 30-ാം തീയതി. അതുകൊണ്ട് ചരിത്രത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു കോൺഗ്രസ്സുകാരനും ആഗ്രഹിക്കാത്ത ഒരു ദിനമാണിന്ന്. കാരണം അവരൊക്കെ പറയുന്നത് ഞങ്ങളാണ് ഈ സമരം നയിച്ചതെന്നാണ്. സത്യത്തിൽ കേരള ചരിത്രം വ്യക്തമായി ഒന്ന് പഠിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ കാലുകുത്തുന്നതിന് 1/4 നൂറ്റാണ്ട് മുമ്പാണ് ഇതുപോലെയുള്ള സമരങ്ങളൊക്കെ നടന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ഇവിടുത്തെ സമുദായ നേതാക്കളാണ്. അതില് ഇവിടെ NSS ഉണ്ട്, SNDP ഉണ്ട്, അതുപോലെ തന്നെ അയ്യങ്കാളിയുണ്ട്, പണ്ഡിറ്റ് കറുപ്പനുണ്ട്, മനത്വപനാഭനുണ്ട്, ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവനുണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്, അയ്യാസ്വാമിയുണ്ട്, അയ്യാ വൈകുണ്ഠ സ്വാമികളുണ്ട്. ഇവരൊക്കെ നേടിയ സ്വാതന്ത്ര്യം, ഇവരൊക്കെ തുടച്ചു നീക്കിയ ഉച്ചനീചത്വം, ഇവരൊക്കെ പൊട്ടിച്ചെറിഞ്ഞ തുടലുകൾ, ഇതൊക്കെ ഞങ്ങളാണ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കാൻ വരുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഈ കഥ പറയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വസ്തുതകൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്.